അടിയന്തര ശ്രദ്ധയ്ക്ക് ഈ കാണുന്ന കാഴ്ച ട്രെയിനിൽ മദ്യപിച്ചിട്ട് പോയാൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ആരും മദ്യപിച്ച് തന്നെ ട്രെയിൻ യാത്ര ചെയ്യാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശം മേലുദ്യോഗസ്ഥർ തന്നിട്ടുണ്ട്. അത് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര ശ്രദ്ധയ്ക്ക് ഈ കാണുന്ന കാഴ്ച ട്രെയിനിൽ മദ്യപിച്ചിട്ട് പോയാൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഇന്നിപ്പോൾ കാണുന്നത്. പോലീസ് ഓഫീസർമാരും CRPFകാരും ട്രെയിനിൽ നിന്നും പിടിച്ചിറക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. മദ്യപിച്ചു പോയാൽ രാജ്യത്ത് സുരക്ഷയുടെ ഭാഗമായിട്ട് രാജ്യമെമ്പാടും ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യമെമ്പാടും സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കേരള പോലീസും RPFും സംയുക്തമായിട്ട് നടത്തുന്ന തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് മദ്യപിച്ചു വരുന്ന ഈ പശ്ചിമബംഗാൾ സ്വദേശിയെ പിടിച്ച് പുറത്താക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് കാരണവശാലും യാത്ര പോകുന്നവർ ട്രെയിനിൽ മദ്യപിച്ച് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. മദ്യപിച്ചിട്ട് വന്നാൽ നിങ്ങളുടെ യാത്ര മുടങ്ങും. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും യാത്ര ചെയ്യാൻ ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായിട്ടാണ് കേരള പോലീസും RPFും കർശനമായ പരിശോധനയാണ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ട്രെയിനിൽ യാത്ര പോകുന്നവർ തീർച്ചയായിട്ടും മദ്യപിക്കാതെ പോകുക. മദ്യപിച്ചാൽ നിങ്ങൾ യാത്ര മുടങ്ങും. നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അവിടുന്ന് പിടിച്ചിറക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. ഓപ്പറേഷൻ രക്ഷയുടെ ഭാഗമായിട്ട് കേരള പോലീസും RPFും സംയുക്തമായി റെയിൽവേ സ്റ്റേഷനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആർക്കും മദ്യവെച്ച് ട്രെയിനിൽ ആരും യാത്ര ചെയ്യാൻ പാടില്ല. കൂടുതലും അന്യസ്റ്റേറ്റുകാരാണോ യാത്രയ്ക്ക് വരുന്നത്? ഇപ്പോൾ അന്യസ്റ്റേറ്റുകാർ വന്നാലും കേരളത്തിലുള്ള ആൾക്കാർ വന്നാലും സംയുക്തമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും മദ്യവെച്ച് തന്നെ ട്രെയിൻ യാത്ര ചെയ്യാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശം മേലുദ്യോഗസ്ഥർ തന്നിട്ടുണ്ട്. അത് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു വനിത വന്ന് പരാതി പറഞ്ഞതുകൊണ്ടല്ലേ ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയത്? വനിത വന്ന് പരാതി പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ട്രെയിൻ മാറി കയറിയതാണ് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ പരിശോധിച്ച് കേസെടുക്കുന്നതാണ്. ഇപ്പോൾ ഇറക്കിയത് ഏത് സംസ്ഥാനക്കാരനാണ്? അയാളെ സംസാരത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പശ്ചിമബംഗാൾ സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി കേരള പോലീസും CRPFും കൂടെ സംയുക്തമായി നടക്കുന്ന ഒരു പരിശോധനയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നടക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് മദ്യപിച്ചിട്ട് യാത്ര ചെയ്യാൻ പോയ പശ്ചിമബംഗാൾ സ്വദേശിയാണ്. ഒരു സ്ത്രീ എന്ന് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ അനുമതി കൊടുത്തിട്ടില്ല. അദ്ദേഹം യാത്ര ചെയ്യാനിരുന്ന സീറ്റിനകത്ത് ഈ ബാഗ് വെച്ചിട്ട് പുറത്തു പോകുന്ന സമയത്ത് ആ ബാഗ് മാറ്റിയ സമയത്ത് ആ സ്ത്രീ അവിടെ കയറിയിരുന്നത് കൊണ്ടാണ് ഇദ്ദേഹം രോഷാകുലനാകുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് ആ സ്ത്രീ ഇറങ്ങി ഈ CRPFിൻ്റെ അടുത്തും കേരള പോലീസിൻ്റെ അടുത്തും പരാതി പറയുകയും അങ്ങനെ പിടിച്ചിറക്കി കൊണ്ടുവന്നാണ് മദ്യപിച്ചെന്ന് മനസ്സിലാക്കി അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഞാൻ ഏതാണ്ട് 21 വർഷത്തോളം ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 300 രൂപ ശമ്പളത്തിന് വന്ന് ഞാൻ 1500 രൂപ ശമ്പളം മേടിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ആ കാലത്താണ് മദ്യം കഴിച്ചത്. ഇതറിയത്തില്ലായിരുന്നു. പക്ഷേ കർശനമായ സുരക്ഷാ പരിശോധനയാണ് തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും CRPFും കേരള പോലീസും നടക്കുന്നത്. മദ്യപിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. മദ്യപിക്കുന്നവരെ അവർ പരിശോധന നടത്തി യാത്ര അനുമതി കൊടുക്കാതെ പുറത്താക്കുന്ന കാഴ്ചകളാണ് നിരവധി റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മദ്യപിച്ച് നടക്കാൻ പോലും പറ്റാതെ ഒരു യുവാവിനെ പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതേ കണക്ക് നിരവധി സ്ഥലങ്ങളിൽ മദ്യപിച്ച് വരുന്നവരെ കർശനമായിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷത കർശനമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ ഒരു മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടതിനുണ്ടായ അതിനുശേഷമാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസും CRPFും കൂടെ സംയുക്തമായിട്ടാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കർശനമായ പരിശോധനയാണ് നടക്കുന്നത്. മദ്യപിച്ച് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. മദ്യപിച്ച് ആരും യാത്ര ചെയ്യരുത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നല്ല ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ സുരക്ഷിതമായിട്ട് ട്രെയിനിൽ കൂടി യാത്ര ചെയ്യാമെന്നാണ് CRPFും കേരള പോലീസും കർശനമായ പരിശോധനയിൽ കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കർമാനോസ് രാമഭദ്രൻ.